പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ. അല്ലെങ്കിൽ ശനിയാഴ്ച നേരുന്നു. ഇന്നൊരു അല്പം നെഗറ്റീവാണ് പറയുന്നത് കേട്ടോ. അതായത് ചിലരോട് എനിക്ക് ചോദിക്കാൻ തോന്നാറുണ്ട്, ഈ മഴ സമയത്ത് വഴിയിൽ പാതയരിയിലൂടെ നടന്നു പോകുന്ന ആൾക്കാരുടെ പുറത്തേക്ക് കഴുത്തറ്റം വെള്ളം തെറിപ്പിക്കുന്ന ചില ആൾക്കാരോട്, എന്താടാ നിൻ്റെയൊക്കെ തന്തയുടെ വകയാണോ ഈ റോഡൊക്കെ? അതുപോലെ തന്നെ ഈയിടയ്ക്ക് നമ്മൾ കൊട്ടാരക്കര ബസ് കാത്തു നിന്ന ആൾക്കാരുടെ ഇടയിലേക്ക് ടിപ്പർ ലോറി പാഞ്ഞു കയറി 3 പേര് മരിച്ചതും എല്ലാം കേട്ടു. എന്താ നിൻ്റെയൊക്കെ തന്തയുടെ വകയാണോ? എനിക്ക് പറയാനുള്ളത് പൊതുപ്പണക്കാരോടും ബ്യൂറോക്രാറ്റുകളോടും അധികാരപ്രമത്തരോടും അതുപോലെ തന്നെ ധനം കൊണ്ട് അഹങ്കരിക്കുന്നവരോടും ഇപ്പോൾ നമ്മൾ ജിൻസികളെന്ന് വിളിക്കുന്ന ചിമ്പാൻസി കുഞ്ഞുങ്ങളോടുമാണ്. എന്താ നിൻ്റെയൊക്കെ തന്തയുടെ വകയാണോ? നിനക്കൊന്നും ഗതാഗത നിയമങ്ങളൊന്നും പാലിക്കാനില്ലേ? വെള്ളക്കെട്ടിലൂടെ പാഞ്ഞു പോകുമ്പോൾ തൊട്ടടുത്ത് കൂടെ പോകുന്ന ആൾക്കാരുടെ, അതായത് ആ ഫുട്പാത്തിലൂടെ പോകുന്നവരുടെ കഴുത്തറ്റം അല്ലെങ്കിൽ തലയറ്റം നീയൊക്കെ വെള്ളം തെറിപ്പിക്കുന്നില്ലേ? ആര് തന്നു ഈ അവകാശം? അതായത് ഹോമോസാപ്പിയൻസ്, അതായത് മനുഷ്യവർഗം, ഈ മനുഷ്യവർഗത്തിൽപ്പെട്ടതാണ് ഞാനും നിങ്ങളും മറ്റുള്ളവരും ഒക്കെ. എല്ലാവർക്കും ഇന്ത്യയിലെ ഭരണഘടന ഒരുപോലെയുള്ള സ്വാതന്ത്ര്യവും ഒരുപോലെയുള്ള നിയമങ്ങളുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചിലർക്ക് കുറച്ച് കൂടുതൽ അധികാരങ്ങൾ നൽകുകയോ കൂടുതൽ പ്രിവിലേജസ് നൽകുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇന്നലെ എൻ്റെ ഒരു സഹപ്രവർത്തകയ്ക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാനിവിടെ പറയുന്നത്. തിരുവനന്തപുരം സിറ്റിയിലെ നഗരമധ്യത്തിലുള്ള ഒരു ഇടറോഡിലൂടെ ഫുട്പാത്തിലൂടെ ആ പാവം പെൺകുട്ടി നടന്നു പോവുകയായിരുന്നു. നല്ല മഴയിൽ നമുക്കറിയാമല്ലോ, റോഡൊക്കെ കോൺട്രാക്ടർമാരുടെ പണക്കിഴി വാങ്ങി പാച്ച് വർക്ക് ചെയ്തിരിക്കുന്നതാണ് റോഡുകൾ. അടുത്തതായിട്ട് ഉടനെ കുഴിക്കുകയും ചെയ്യും, പിന്നെ അടയ്ക്കുകയും ചെയ്യും. അങ്ങനെയുള്ളതാണ് റോഡുകൾ. ആ റോഡിൽ കൂടെ വെള്ളക്കെട്ടിലൂടെ ഒരു കാറ്, നല്ല വില കൂടിയ കാറാണ്, വലിയ കാറാണ്, പാഞ്ഞു പോയപ്പോൾ എന്താ പറ്റി? ആ പെൺകുട്ടിയുടെ കഴുത്തറ്റം വെള്ളം തെറിപ്പിച്ചു. വെള്ളത്തിൽ നനഞ്ഞു കുതിർന്നാണ് അത് ഓഫീസിലെത്തിയത്. എന്താ കാരണം? യവന്മാർക്കൊക്കെ അവൻ്റെയൊക്കെ അച്ഛൻ്റെ വകയായിട്ട് ഉണ്ടാക്കി എടുത്തതാണ് ഈ റോഡുകൾ, അവൻ്റെ വകയാണ് എന്നാണ് വിചാരം. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഫോട്ടോ എടുക്കാത്ത കാറിൻ്റെ നമ്പറിൻ്റെ? അതൊക്കെ നമ്മുടെ സാധാരണക്കാർക്ക് കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അവൻ്റെ കയ്യിലിരിക്കുന്നത് നിധികളല്ലേ, കൊണ്ടുകൊടുത്ത എവിടെയും അവൻ ജയിക്കുമല്ലോ. പുതിയതായിട്ട് ഞങ്ങൾ ഭരണത്തിലേറ്റിയ ഭരണകർത്താക്കളെ ഒന്ന് ശ്രദ്ധിക്കണേ. പാവപ്പെട്ട ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യർ, അതായത് ലോവർ മിഡിൽ ക്ലാസ് മനുഷ്യർ, ഫുട്പാത്തിലൂടെ പോകുമ്പോൾ നിങ്ങൾ പലരുടെയും പാഞ്ഞു പോകുന്ന വണ്ടികൾ, ലക്ഷങ്ങളുടെ വിലയുള്ള ബൈക്കുകളും അതിൽ ചെത്തുന്ന ചിമ്പാൻസി കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ വലിയ വലിയ കാറിൽ നിൽക്കുന്ന കുടകാരന്മാരായിട്ടുള്ള ബിസിനസ്സുകാരും പണക്കാരും രാഷ്ട്രീയ പ്രബുദ്ധരും അതുപോലെ തന്നെ ബ്യൂറോക്രാറ്റ്സും ഒക്കെ, ഒന്നും പറയണ്ട, വ്യവസായികളും ഒക്കെ, അതായത് പണക്കാർ വർഗം, ആ വർഗത്തിൽ അസൂയോട് പറയുകയല്ല കേട്ടോ, എന്നാലും പറഞ്ഞു പോവുകയാണ്. കൂടുതലും ഇപ്പോൾ ഈ പറയുന്നത് പോലെ പുതു പണക്കാരായിരിക്കും. അവരല്ലേ കൂടുതൽ അർദ്ധരാത്രിക്ക് കൂടെ പിടിക്കുന്നത്. അവരങ്ങ് പാഞ്ഞു പോവും. മറ്റുള്ളവരുടെ തലയുടെ പുറത്തുകൂടെ ആയിരിക്കും വെള്ളം. ആ വെള്ളമാണ് പരിശുദ്ധ വെള്ളമല്ലേ, ശുദ്ധജലം, നമുക്ക് തളിക്കാനായിട്ട് പറ്റുന്ന പുണ്യ തീർത്ഥമാണല്ലോ. എല്ലാ കോഴി വേസ്റ്റുകളും എല്ലാ ഇറച്ചി വേസ്റ്റുകളും അതുപോലെ റോഡിൽ കൂടെ പോകുന്ന ശുരകന്മാരുടെ അമേദ്യവും അതുപോലെ തന്നെ ആളുകൾ തുപ്പുന്നതും കള്ളുടിയന്മാർ ഛർദ്ദിക്കുന്നതും ഒക്കെ അടങ്ങിയിട്ടുള്ള ഈ വെള്ളം, എല്ലാ തരം അണുക്കളുമുള്ള ഈ വെള്ളം അവരെ തലവഴി തെറിപ്പിക്കുമ്പോൾ എന്ത് സുഖമാണല്ലേ. അതിനകത്ത് പോകുന്നവൻ ഇങ്ങനെ ഇരിക്കും രസിച്ചുകൊണ്ട്, നിങ്ങൾക്കിത് കണ്ട ഞാൻ വളരെ മഹാനായി പോകുന്നു. പക്ഷേ ആ പോകുന്ന ആൾക്കാരുടെ തലയിൽ കൂടെ വെള്ളം വരുമ്പോൾ എന്തൊക്കെ ഇൻഫെക്ഷനാണ് അവർക്ക് വരാത്തത്? അവരെ അണുക്കൾ കൊണ്ട് നിറയ്ക്കുകയാണ്. നമ്മുടെ ഈ ശുചിത്വ കേരളത്തിൽ നമ്മൾ ഈ ജനങ്ങളെ, നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ തലവഴി ഈ വൃത്തികെട്ട വെള്ളം, വൃത്തികെട്ടെന്നും പറയാൻ പറ്റില്ല, മലിനജലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്തിനാ സമരത്തിന് പോയി ജലപീരങ്കിയൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇല്ലാതെ തന്നെ നിങ്ങളുടെ മറ്റ് ജനങ്ങൾ, പൊതുജനങ്ങളെ നിങ്ങൾ ഈ റോഡിൽ കൂടെ പോകുന്ന മഹാന്മാർ വെള്ളം അടിപ്പിക്കുന്നുണ്ട്. കുറേ ആൾക്കാരുണ്ട്, എന്താണെന്നറിയില്ല. ഇപ്പോൾ ജിൻസികളെന്ന് പറയാം, ന്യൂ ജനറേഷൻ കിഡ്സ്, അങ്ങനെ ചിമ്പാൻസി കുഞ്ഞുങ്ങളാണ്. അവർക്ക് ചിന്തിക്കാനൊന്നുമില്ലല്ലോ, എല്ലാം ആണല്ലോ. അവരും ഉണ്ട് ഇതിനകത്ത്. അത് അധികാരപ്രമത്തത ബാധിച്ച കുറേ എണ്ണം. ആരെന്ത് ചെയ്യാൻ? എൻ്റെ അച്ഛൻ അങ്ങനെയാണ്, എൻ്റെ അമ്മ ഇങ്ങനെയാണ്, ആ തലത്തിലാണ്. ആരെ കൊന്നാൽ പോലും ഞങ്ങൾക്കൊന്നും പറയാനില്ല. അങ്ങനെയുള്ള കുറേ ജനങ്ങൾ ഈ സാധാരണക്കാരുടെ പുറത്തുകൂടെ ഇങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ, ഈ മലിനജലം ഒഴിക്കുമ്പോൾ ഇവിടെ എന്നാ ഇൻഫെക്ഷൻസ് ഇല്ലാതെ വരുന്നത്? എന്നാ ഇവിടെ രോഗമുക്തി വരുന്നത്? സാധാരണക്കാർക്ക് ഈ പഞ്ചനക്ഷത്ര ഹോസ്പിറ്റലൊക്കെ പോകാൻ പറ്റുമോ?
ഇല്ല. സാധാരണ ഒരു ഗവൺമെൻറ് ആശുപത്രി പോകുമ്പോൾ അവിടെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. അവിടെ കിണഞ്ഞ് പരിശ്രമിക്കുന്ന ഡോക്ടർമാരും വളരെ ലോങ് ക്യൂകളും, അത് ഈ മഴയത്ത് മഴ കാലത്തുള്ള മഴകാലജന്യമായിട്ടുള്ള രോഗങ്ങളെല്ലാം ഇവർക്കുണ്ടാവാം. എന്തിനാ സഹോദരൻ നിങ്ങളിങ്ങനെ പറയുന്നത്? നിങ്ങളുടെ തറവാട് സ്വത്തൊന്നുമല്ല ഈ റോഡ് ഈ ഒന്നും. അതുപോലെ ഈ പാഞ്ഞു പോകുമ്പോൾ ചുറ്റുമുള്ളവരെ നിങ്ങൾ നോക്കുന്നുണ്ടോ? കുഞ്ഞുങ്ങളെയും വെച്ചും കൊണ്ട് പുറകെ ഇരിക്കുന്ന അമ്മമാർ സ്കൂട്ടറിലും ബൈക്കിലുമൊക്കെ അവർ പോകുന്നത് ഈ വലിയ കാറിലും ബസ്സിലും ഒക്കെ പോകുന്നവർ കാണുന്നുണ്ടോ? ഒന്ന് ശ്രദ്ധിക്കുക. ഞങ്ങളും മനുഷ്യരാണ്. ഞങ്ങളും ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്ന നിങ്ങളുടെ ഗണത്തിൽപ്പെട്ട ജന്തുജീവികൾ തന്നെയാണ്. ഞങ്ങളെ കൂടെ ഒന്ന് കൺസിഡർ ചെയ്യണേ.